ചുമ്മാ പറയണു ആ കൊച്ചേ. അപ്പൊ അന്ന് ഇവനും ഉണ്ട്, ഇവൻ കുറെ ചിരിക്കാണ്. അപ്പൊ ശരീരം ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വളിപ്പിടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അല്ല. അപ്പൊ എനിക്ക് ഇളകെ പിന്നെ എന്ത് പോട്ടിട്ടാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യമില്ല. ഇവൻ പുറത്ത് പോയിട്ട് എപ്പിസോഡ് കണ്ടിട്ട് ഇവിടെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. മക്കളാണ് ചെയ്ത് അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ. അല്ല അങ്ങനെ ഞാൻ അങ്ങനെ സോറി ഞാൻ അവൻ കലാകാരന്മാർ ചേർന്ന് ചത്താലും ഞാൻ 3 പേർക്ക് സഹകരിക്കില്ല എന്നും പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാവരും ഗ്രൂപ്പിൽ വോയിസ് അയച്ചു ഒരു വീഡിയോ എടുത്തിട്ട് ആദ്യം ആ ഷോർട്ട് വീഡിയോ ഇട്ട് എന്നിട്ട് തടത്ത വോയിസ് ഇത് കണ്ടല്ലോ നിങ്ങൾ. എനിക്ക് മറ്റൊന്നിനെ കുറിച്ചും സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഇത് ഞാൻ മറക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നത് വരെ ഈ 3 വ്യക്തികളുമായിട്ട് അപ്പാൻ ശരത്ത്, അക്ബർ, സരിക, കലാപവും സരിക, ഇവർ 3 പേരുമായിട്ട് എനിക്ക് ബന്ധമില്ല, യാതൊരു ബന്ധമില്ല. എന്നിട്ട് അപ്പം ഞാൻ കാലിക്കറ്റെന്ന് ചോദിച്ചിട്ട് ഇരിക്കുകയാണ് ഞാൻ. എന്നിട്ട് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഇത്ര പെട്ടെന്ന് ഔട്ടായിപ്പോയല്ലോ. ഞാൻ ഇത്ര പെട്ടെന്ന് ഔട്ടായി ചോദിക്കും ഇത്ര പെട്ടെന്ന് അല്ല അതെനിക്കറിയില്ല, വോട്ട് കുറവുകൊണ്ടായിരിക്കും. അപ്പോൾ വേറെയും ഒരുപാട് കണ്ടസ്റ്റൻസുകൾ എൻ്റെ അകത്തുണ്ട്. അത് എനിക്കറിയില്ല. അത് കുറച്ച് ആൾക്കാരൊക്കെ നേരത്തെ ഔട്ടാകേണ്ടതായിരുന്നു. ഇപ്പം അഭിലാഷ്, വിഷൻ ഒക്കെ അങ്ങനെ കുറച്ച് പേരൊക്കെ ഞാൻ പറയുമല്ലോ. അവരൊക്കെ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കേണ്ടതായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പോയി, ഞാൻ മറന്നു. അപ്പാനി എത്രയായി പറയുന്നു പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന്? ഇല്ല, ഇത് വേറെ ഇനി ആവർത്തിക്കില്ല. അനുമോൾ എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കോഴിക്കോടത്തെ കാര്യമല്ലേ ഇവരെല്ലാരും വിചാരിക്കും എന്റെ കാര്യങ്ങളാണ്. അല്ല സോറി, അത് പറയാൻ പാടില്ല. അപ്പൊ ഇറങ്ങിട്ടത് പറഞ്ഞാൽ മതി. അതെനിക്ക് പ്രശ്നമില്ല. എന്താ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്റെ കാര്യങ്ങളൊന്നും ചോദിച്ചു, അപ്പയുടെ കാര്യങ്ങളാണ്. എനിക്ക് എന്റെ കാര്യങ്ങൾ അറിയണ്ട. അതുവഴി നീ നിന്റെ കാര്യം അത്രേ ഉള്ളൂ. അതുവഴി ആ റൂട്ട് പിടിച്ചിട്ട് നീ നിന്റെ ആ ഒരു സാധനം പരിപാടിക്ക് പോകുമ്പോൾ അതാണ് നിന്റെ ഐഡിയ. അവിടെ എങ്ങനെയാണ് ഫ്ലക്സ് ഒക്കെ? നമ്മുടെ ഫ്ലക്സ് ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വയൽക്കാട് വന്നതിന് ശേഷം ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും ചോദിച്ചോ? ഞാൻ പറയില്ലല്ലോ. ഇല്ല, ഞാൻ ചോദിച്ചോ? പറയുന്ന ഒരാള് ഞാൻ ചോദിച്ചോ? നീ പ്രതീക്ഷിക്കുന്ന ഒരാള് വരും. അതായത് അപ്പൊ ഈ അനൗൺസ്മെന്റ് നമുക്ക് കുറെ പ്രാവശ്യം കേൾക്കാം. നമ്മള് വയൽക്കാട് വന്നപ്പോ ഏറ്റവും ഇങ്ങോട്ടാണ് സംസാരിച്ചത്. മുൻഷി വന്നല്ലോ ബിഗ് ബോസിന് പണ്ട് എന്റെ അതല്ലാത്തൊക്കെ നോക്കാനാണല്ലോ പണി. ജിഷിം വന്നു, പിന്നെ അവൻ